വെൽക്കം ടു എ നോർമൽ സാറ്റർഡേ വ്ലോഗ്. ഈ ആംഗിൾ കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഡ്രൈവിങ് ആക്ച്വലി എൻ്റെ വീക്കെൻഡ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ജിമ്മിൽ നിന്നാണ്. സോ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഞാൻ ഭയങ്കര ജിം റാറ്റാണ്. പക്ഷെ അല്ല, ഞാൻ യൂഷ്വലി വീക്ക്ലി ഒരു 3 days മാത്രമേ വർക്കൗട്ട് ചെയ്യാറുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഓഫീസിൽ പോകുന്നതുകൊണ്ട്, ഐ മീൻ കൊച്ചിയിലാണ് ഓഫീസ്, സോ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ കരുതി സാറ്റർഡേസും സൺഡേസും മാത്രമാണ് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റാറുള്ളത്. പിന്നെ ഏതെങ്കിലും ഒരു വീക്ക് ഡേ അങ്ങനെ പറ്റാറുള്ളത്. സോ ഐ തോട്ട് ഓഫ് ഡോക്യുമെൻറ്റിങ് ദാറ്റ് മൊമെൻറ്റ്സ് ഇൻ മൈ ലൈഫ്. ആൻഡ് യാ, അപ്പോൾ ഞാൻ ജിമ്മിലേക്ക് പോകുന്ന വഴിയാണ്. ബാക്കി വീഡിയോസ് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ബാക്കും ബൈസും വർക്കൗട്ട് ചെയ്തിട്ട് വരാം. അങ്ങനെ ജിമ്മ് കഴിഞ്ഞു. ഇനി ലെറ്റ്സ് ഗോ ബാക്ക് ഹോം. അങ്ങനെ ജിമ്മ് കഴിഞ്ഞെത്തി. ഇനി അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രോട്ടീൻ പാൻ കേക്ക്. കേൾക്കുമ്പോൾ ഭയങ്കര ഫാൻസി ആയിട്ട് തോന്നുമെങ്കിലും കാര്യമായിട്ടൊന്നുമില്ല. ഒരു പ്രോട്ടീൻ പൗഡർ ഇട്ടിട്ടുള്ളൊരു ദോശ, അത്രയേ ഉള്ളൂ. സോ ലെറ്റ്സ് മേക്ക് ദാറ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് റോൾഡ് ഓട്സ്. ഞാൻ എടുത്തിരിക്കുന്നത് ഏതോ ഒരു ബ്രാൻഡിൻ്റെ റോൾഡ് ഓട്സ് ആണ്. ഓക്കെ, ഈ ആംഗിൾ കൊള്ളാം. അപ്പോൾ നമ്മൾ 2 മുട്ട എടുക്കുന്നു. മുട്ട പൊട്ടിക്കൽ is a very big task, you know. Vanilla essence, പിന്നെ കുറച്ച് സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, സെസമേ സീഡ്സ്, അങ്ങനെയുള്ള സീഡ്സ് എല്ലാം നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെയെങ്കിലും സീഡ്സ് കുറച്ച് കഴിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള പ്രോട്ടീൻ പൗഡറിൻ്റെ ഫ്ലേവർ സ്ട്രോബെറിയാണ്. എനിക്ക് സ്ട്രോബെറി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ വാനില എസൻസ് ഒഴിച്ചത്. സോ നിങ്ങൾക്ക് അത് മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. വൺ സ്കൂപ്പ് വേ പ്രോട്ടീൻ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് പഴമാണ്. സോ ഇതിൻ്റെ ഹാഫ് ഞാൻ യൂസ് ചെയ്യും. ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചേർക്കാൻ മറക്കണ്ട, കുറച്ച് പാല്. വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സും യൂസ് ചെയ്യാം കേട്ടോ. ആൽമണ്ട്സ്, കിസ്മിസ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ രാവിലെ പ്രീ വർക്കൗട്ട് അത് കഴിച്ചിട്ടാണ് പോയത്. പിന്നെ ഇനി വീണ്ടും ഞാൻ നട്ട്സ് കഴിക്കാൻ പ്രിഫർ ചെയ്യുന്നില്ല, അതുകൊണ്ട് പാലും. അങ്ങനെ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. And the next agenda is reading.
MT വാസുദേവൻ നായരുടെ കുത്തിയെടുത്തി എന്ന ബുക്കാണ് വായിക്കാൻ പോകുന്നത്. ഇനി കുറച്ച് നേരം വായിച്ച് പിന്നെ കുറച്ച് കിടന്നുറങ്ങി, പിന്നെ വൈകിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണം. ദാറ്റ്സ് വാട്ട് മൈ പ്ലാൻ ഇസ്. സീ യു. കുറേ വർഷത്തിന് ശേഷം റീഡിങ് ഹാബിറ്റ്സ് ഒക്കെ ഒന്ന് പൊടിതട്ടി എടുക്കാൻ തുടങ്ങിയതാണ്. 2026 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് ഒരു മാസം ഒരു ബുക്കെങ്കിലും വെച്ച് വായിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തുടങ്ങിയൊരു ശീലമാണ്. ഇതിൻ്റെ 3rd ബുക്കാണ്. 2nd ബുക്ക് ഞാൻ പകുതിയാക്കി വെച്ച് എനിക്കിഷ്ടമായില്ല. ഞാൻ 3rd ബുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി ഹോപ്പ്ഫുള്ളി ഇത് MT വാസുദേവൻ നായരുടെ ബുക്ക് ആയതുകൊണ്ട് ഒബ്വിയസ്ലി നല്ലതായിരിക്കും എന്നറിയാം. ഞാനിത് വായിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെ റീഡിങ് ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് മലയാളത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. കുറച്ച് ഫീൽ കിട്ടാൻ വേണ്ടി, വേറെ ഒന്നുമല്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണെന്ന്. സോ അവളെ സർപ്രൈസ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ പോകുന്നത്. സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് അവളെ പോയി കാണാനുള്ള പരിപാടിയിലാണിപ്പോൾ. സോ ലെറ്റ്സ് ഗോ ഫോർ സം ഷോപ്പിംഗ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഞാൻ വീടെത്തി. വീഡിയോ എടുക്കാൻ മറന്നുപോയി, കാര്യമായിട്ടൊന്നും എടുത്തില്ല. ഞങ്ങൾ സംസാരിച്ചിരിക്കുന്ന തിരക്കിൽ എല്ലാം മറന്നു. ആക്ച്വലി ഐ ലവ് ഡോക്യുമെൻറ്റിങ് മൊമെൻറ്റ്സ്. ഇങ്ങനെയുള്ള ലൈഫിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ്. ബിക്കോസ് നമുക്ക് ഭാവിയിൽ നോക്കുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്തുല്ലോ, ഹാപ്പി എന്ന് നമുക്കൊരു തോട്ട് വരുമല്ലോ. അങ്ങനെ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.